ഹരേ കൃഷ്ണ. അങ്ങനെ കർക്കിടകം 16-ന് ഞങ്ങൾ ഇടവെട്ടി കണ്ണനെ കാണാനും ഔഷധ സേവിക്കാനുമായി ഞാനും എൻ്റെ സഹോദരനും എൻ്റെ നാത്തൂനും മക്കളും ഒക്കെ ആയിട്ട് യാത്രയാണ്. ഹലോ നമസ്കാരം. മലയാളത്തിലെ രോഗങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം ഈ കർക്കിടക മാസമാണ്. കർക്കിടക മാസം മഴക്കാലം, തുടർച്ചയായിട്ടുള്ള മഴ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അന്തരീക്ഷപ്പോഴും ഈർപ്പമുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാ ശരീരത്തിലുള്ള അസുഖങ്ങൾ തന്നെ കൂടും. പുതിയ പകർച്ചപ്പനി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള, ഞാൻ മാത്രമല്ല, അസുഖങ്ങളുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരുടെ മരണനിരക്കൊക്കെ ഏറ്റവും കൂടുതൽ പഴയകാലം മുതൽ കർക്കിടക മാസമാണ്. കർക്കിടക മാസം പൊതുവെ ശരീരത്തിന് ആരോഗ്യകാലമാണ്. ആ സമയത്ത് കർക്കിടക മാസത്തിന്റെ മധ്യ ദിവസം, കർക്കിടക മാസം 32 ദിവസമുണ്ട്, മലയാള മാസം അറിയാവുന്നവരറിയാം. അതിന്റെ മധ്യ ദിവസം ക്ഷേത്ര സന്നിധിയിൽ ഇരുന്ന്, ഈ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി ഒരു ഔഷധം സേവിക്കുന്ന ചടങ്ങാണ് ഔഷധ സേവ. ആലിലയിലാണ് നമുക്ക് ഔഷധം നൽകുന്നത്. രാവിലെ വെറുമേറിൽ വേണം കഴിക്കാനായിട്ട്. അതിനുശേഷം ഔഷധ കഞ്ഞിയുണ്ട്. പിന്നെ ഈ കർക്കിടകം 16-ന് ഒരു ദിവസം മാത്രമേ ഈ ഔഷധം ലഭിക്കുകയുള്ളൂ. പിന്നെ തുടർന്ന് നാണയപ്പറ നേർച്ചയുണ്ടായിരുന്നു, അത് നടത്തി. പിന്നെ നാണയം കൊണ്ട് തുലാഭാരം ഉണ്ടായിരുന്നു, അത് ചെയ്ത്. മുന്നത്തെ വർഷത്തെ കാലം ധാരാളം ആൾക്കാർ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. എത്ര ആൾക്കാർ വന്നാലും അവർക്ക് കഴിക്കാനുള്ള ഔഷധം അമ്പലത്തിൽ നിന്ന് ലഭിക്കും. 30 രൂപയാണ് ഈ ഔഷധത്തിൻ്റെ ചിലവാകെ വരുന്നത്. ഔഷധം കഴിക്കേണ്ട രീതി, വടക്കോട്ട് ദർശനമായിട്ടിരുന്ന് വേണം ഈ ഔഷധം കഴിക്കേണ്ടത്. ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ജപിച്ചതിന് ശേഷം വേണം ഈ ഔഷധം കഴിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഔഷധ കഞ്ഞിയുണ്ട്, വീട്ടിൽ കൊണ്ടുപോകാം. പാത്രങ്ങളുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ ചേച്ചി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ താമസിക്കുന്ന, കണ്ണന് വേണ്ടി സേവ ചെയ്യുന്ന ഭക്തന്മാരിൽ ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും നിന്നൊരു വീഡിയോ എടുത്തു. അടുത്ത വർഷവും കാണാമെന്ന പ്രതീക്ഷയോടെ. ഹരേ 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 കൃഷ്ണ.